ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹിമാചലിലെ ബസ് യാത്രയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നേയുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മുകളിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. റെക്കോംബിയോ ബസ് സ്റ്റാൻഡിൻ്റെ വളരെ അടുത്ത് തന്നെ വിശാലമായ ഒരു ആപ്പിൾ തോട്ടം. അതിനടുത്ത് ഏകദേശം 20 വർഷത്തിന് മുകളിൽ പഴക്കം തോന്നിക്കുന്ന പേരിൽ മാത്രം റിസോർട്ടുള്ള ഹോട്ടൽ ആപ്പിൾ റിസോർട്ടിലാണ് ഞങ്ങൾ തലേ ദിവസം താമസിച്ചത്. ഞങ്ങൾ ഈ ട്രിപ്പിൽ താമസിച്ചതിൽ വെച്ച് ഒട്ടും തൃപ്തികരമായി തോന്നാതിരുന്നത് ഈ ഒരു സ്റ്റേ തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ ഓണർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. 4:30 കൂടി റൂം വെക്കേറ്റ് ചെയ്ത് ഏകദേശം 5 മിനിറ്റ് നടന്നപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡ് എത്തിച്ചേർന്നു. ഇന്ന് നമുക്ക് പോകേണ്ട സ്പിതി അഥവാ കസയിലേക്കുള്ള ബസ് ഷിംലയിൽ നിന്ന് പുറപ്പെട്ട് ബസ് സ്റ്റാൻഡിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഈ ബസ്സിൽ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇതിൽ ഷിംലയിൽ നിന്ന് വരുന്നവർക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്ന ടിക്കറ്റുകളെ റെക്കോംബിയോയിൽ നിന്ന് കയറാനുള്ളവർക്ക് കൊടുക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ എത്തി ക്യൂവിൽ നിന്നെങ്കിലും ടിക്കറ്റ് കിട്ടിയപ്പോൾ ബസ്സിലെ അവസാനത്തെ നിരയിലുള്ള സീറ്റാണ് കിട്ടിയത്. ആദ്യമൊക്കെ വിഷമം തോന്നിയെങ്കിലും പിന്നെ അതുപോലും കിട്ടാതെ കുറച്ചുപേരെ കണ്ടപ്പോൾ ആശ്വസിച്ചു. കാരണം ഈ ബസ്സിന് പോകാൻ പറ്റിയില്ലെങ്കിൽ കാസയിലേക്കുള്ള അടുത്ത ബസ് ഇനി അടുത്ത ദിവസം ഇതേ സമയത്താണ്. ദിവസവും ഒരു ബസ് മാത്രമേ ഈ റൂട്ടിൽ ഓടുന്നുള്ളൂ. അങ്ങനെ ലഗേജ് എല്ലാം ബസ്സിൻ്റെ പുറകിൽ കയറ്റി വെച്ച് അവസാന സീറ്റിലിരുന്ന് ഞങ്ങൾ 4 പേരും യാത്ര ആരംഭിച്ചു. ഈ ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തപ്പോഴാണ് ഞങ്ങൾ ഹിമാചലി സ്ത്രീകൾക്ക് ബസ് ടിക്കറ്റിൻ്റെ നിരക്കിൽ 25% കുറവുള്ള കാര്യം അറിയുന്നത്. അത് ഞങ്ങളുടെ യാത്രാ ചെലവ് ചെറുതായെങ്കിലും കുറയ്ക്കാൻ സഹായിച്ചു. ഏകദേശം 400 രൂപയായിരുന്നു ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. യാത്ര തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇരിക്കുന്ന അവസാനത്തെ നിര അത്ര മോശമല്ല എന്ന് തോന്നി തുടങ്ങിയിരുന്നു. കുറേ ദൂരം ബസ് പോയിക്കൊണ്ടിരുന്നത് നല്ല ടാറിട്ട റോഡിൽ കൂടിയായിരുന്നു. അതുകൊണ്ട് കുലുക്കമൊന്നും അങ്ങനെ അനുഭവപ്പെട്ടില്ല. നല്ലപോലെ കലങ്ങി ഒഴുകുന്ന സത്ലജ് നദിയുടെ തീരത്തുകൂടി ബസ് അത്യാവശ്യം വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സത്ലജ് നദി ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാചലും പഞ്ചാബും കടന്ന് പാകിസ്ഥാൻ വരെ 3 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ്. നദികൾക്ക് പാസ്പോർട്ടും വിസയും ഒന്നും വേണ്ടല്ലോ. റോഡിൻ്റെ ഇരുവശത്തുമായി പലതരം നിർമ്മാണ പ്രവൃത്തികളും അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് ലോറികളെയും നമുക്ക് കാണാൻ പറ്റി. വളരെ വിരളമായി മാത്രമേ വീടുകളും താമസ സ്ഥലങ്ങളും കണ്ടുള്ളൂ. ഇടയ്ക്ക് പാലത്തിൻ്റെ പണി പൂർത്തിയാകാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബസ് വെള്ളം കുറവുള്ള ഭാഗത്തുകൂടി നദി ക്രോസ് ചെയ്തും കടന്നുപോയി. ഇരുണ്ടിരുന്ന മേഘങ്ങൾ കുറച്ചു നേരത്തിന് ശേഷം സൂര്യന് വഴിമാറി. ഇടയ്ക്ക് ആക്പ എന്ന സ്ഥലത്ത് ഒരു പോലീസ് ചെക്ക് പോസ്റ്റിൽ വിദേശികൾക്ക് മാത്രമായി ചെക്കിങ്ങും ഉണ്ടായിരുന്നു. മുന്നോട്ട് പോകാൻ വിദേശികൾക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് ആവശ്യമാണ്. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഏകദേശം 7:30 ബസ് പ്രഭാത ഭക്ഷണത്തിനായി കുറച്ച് റെസ്റ്റോറൻറ്റുകളെല്ലാം ഉള്ള ഒരിടത്ത് നിർത്തി. അരമണിക്കൂറിന് ശേഷം യാത്ര വീണ്ടും തുടരുമെന്ന് കണ്ടക്ടർ അറിയിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി പെട്ടെന്ന് തന്നെ ഭക്ഷണം കിടന്ന സ്ഥലം അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഒരു ചെറിയ തട്ടുകടയിൽ നിന്നും ആലു പൊറോട്ടയും കഴിച്ച് തിരിച്ചു ബസ്സിലെത്തി. അത്യാവശ്യം തണുപ്പുള്ള ഈ കാലാവസ്ഥയിൽ ചൂടോടെ എന്ത് കിട്ടിയാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം യാത്ര വീണ്ടും തുടർന്നു. വളരെ വിരളമായി മാത്രം ജനവാസമുള്ള സ്ഥലങ്ങളിൽ കൂടെയും മാനോളം മുട്ടി നിൽക്കുന്ന മലകളെ കീറിമുറിച്ചുകൊണ്ട് തീർത്ത റോഡിലൂടെയും ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം ആ കാഴ്ചകൾ കാണാൻ ഞാൻ ബസ്സിൻ്റെ ഡോറിനടുത്തേക്ക് വന്നു നിന്നു. ഈ ഭാഗത്ത് സത്ലജ് നദി ഒഴുകുന്നത് കാണുമ്പോൾ പണ്ടെങ്ങോ ആരോ ഈ മലകളെ വെട്ടിമുറിച്ച് നദിക്ക് ഒഴുകാൻ വഴി ഒരുക്കിയ പോലെ തോന്നും. ഇടയ്ക്ക് ദൂരെ വരണ്ടു കിടക്കുന്ന മലകളുടെ മുകളിൽ പച്ചപ്പും അതിനോട് ചേർന്ന് ചെറിയ വീടുകളും കാണാൻ പറ്റുമായിരുന്നു. പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഭാഗം അവരുടെ കൃഷിസ്ഥലങ്ങളായിരിക്കണം. ഇത്രയും വരണ്ടു കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തീർച്ചയായും അവർ നല്ലപോലെ പണിയെടുക്കുന്നുണ്ടാകും. ഞങ്ങളുടെ ബസ് പൂ എന്നൊരു ചെറുപട്ടണവും കഴിഞ്ഞ് ഏകദേശം 10:30 ഈ ഭാഗത്തെ അത്യാവശ്യം ജനവാസമുള്ള നാക്കോ എന്ന സ്ഥലത്തെത്തി. ഈ സ്ഥലങ്ങളിൽ പൊതുഗതാഗതം കുറവായതുകൊണ്ട് കടന്നു പോകുന്ന വഴിക്കുള്ള എല്ലാ ചെറുപട്ടണങ്ങളിലും കയറി ഇറങ്ങിയാണ് ഞങ്ങളുടെ ബസ് പോകുന്നത്. അതുതന്നെയാണ് ഈ യാത്രയുടെ ദൈർഘ്യം കൂടാനുള്ള പ്രധാന കാരണവും. നാക്കോ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ്. നാക്കോ മൊണാസ്ട്രിയും നാക്കോ തടാകവും എല്ലാം പ്രസിദ്ധമാണ്. സമയക്കുറവ് കൊണ്ട് നാക്കോ ഞങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഞങ്ങളുടെ ബസ് നിർത്തിയ സ്ഥലത്തു നിന്നും വീണ്ടും കുറച്ചുകൂടി നടന്നാൽ നാക്കോ ഗ്രാമത്തിൽ എത്താൻ സാധിക്കും. പക്ഷെ അത്രയും സമയം തത്കാലം നമുക്കില്ല. ഞങ്ങൾ അവിടെ കുറച്ചു നേരം കറങ്ങി കാഴ്ചകളെല്ലാം കണ്ടു. അവിടെ നിന്നാൽ കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന വരണ്ട മലനിരകളും അതിന് തൊട്ടുകൊണ്ട് പഞ്ഞുപോലുള്ള മേഘങ്ങളും നമുക്ക് കാണാം. ശേഷം അവിടെയുള്ള കഫേയിൽ നിന്നും മാഗി ഓർഡർ ചെയ്തിരിക്കുമ്പോൾ ബസ്സും സ്റ്റാർട്ട് ചെയ്തു.
പിന്നെ പെട്ടെന്ന് തന്നെ മാഗി ഒരു കപ്പിലാക്കി ഓടി ബസ്സിൽ കയറി. ഇങ്ങനെ ഒരു ചെറിയ ഗ്രാമത്തിൽ കയറി ഇറങ്ങുമ്പോഴാണ് ഞങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ ആ സംഭവം നടന്നത്. പൊതുവെ റോഡിന് ഒരു ബസ്സിന് പോകാനുള്ള വീതിയെ എല്ലായിടത്തുമുള്ളൂ. അങ്ങനെ ഈ ഗ്രാമത്തിലെത്തി ബസ് തിരിക്കുമ്പോൾ റോഡിന് വീതി കുറവായത് കാരണം ബസ്സിൻ്റെ പുറകുവശം റോഡിൽ നിന്നും പുറത്തായിരുന്നു. അതും അഗാധമായ കൊക്കയുടെ വശത്തുള്ള റോഡാണെന്ന് ഓർക്കണം. കൂടാതെ ഞങ്ങളിരുന്നത് അവസാനത്തെ നിരയിലും. കുറച്ചു നേരത്തേക്ക് ശ്വാസം നിലച്ച പോലെയായിരുന്നു. ഞങ്ങൾ വായുവിലിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ബസ് വീണ്ടും പുറകോട്ട് പോയപ്പോൾ ഞങ്ങൾ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ റിവേഴ്സ് എടുത്ത് ബസ് തിരിച്ചിറങ്ങി. നാക്കോയിൽ നിന്നുള്ള യാത്രയിലാണ് ഞങ്ങൾ സുമനെ പരിചയപ്പെടുന്നത്. നാക്കോയിൽ ഭർത്ത് വീട്ടിൽ നിന്നും ടാബോയിലുള്ള സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു സുമൻ. സുമനുമായുള്ള ദീർഘനേരത്തെ സംസാരത്തിലൂടെ ഈ ഭാഗത്തുള്ള മനുഷ്യരുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെ ഞങ്ങൾക്ക് പകർന്നു കിട്ടി. മഞ്ഞുകാലത്ത് റോഡുകളെല്ലാം അടഞ്ഞു ഒറ്റപ്പെട്ടു പോവുകയും പല അടിയന്തര സാഹചര്യങ്ങളിലും ഒന്നും ചെയ്യാനില്ലാതെ നിൽക്കുന്ന അവരുടെ അവസ്ഥ ശരിക്കും വിഷമിപ്പിച്ചു. വിദ്യാഭ്യാസം നേടാൻ ദിവസവും അവരുടെ കുട്ടികൾ നടത്തേണ്ട ദൂരയാത്രകളെ പറ്റി അവർ പറഞ്ഞു. ടാബോ എത്തുമ്പോൾ അവിടെ ഇറങ്ങി അവരുടെ കൂടെ താമസിച്ചു പോകാൻ നിർബന്ധിക്കുകയും ഇല്ലെന്ന് കണ്ടപ്പോൾ അടുത്ത പ്രാവശ്യം തീർച്ചയായും അവരുടെ ഗ്രാമത്തിൽ വരാനും താമസിക്കാനും പറഞ്ഞ് യാത്രയായി. സുബനെ പോലുള്ള ഒരുപാട് നല്ല മനുഷ്യരെ നമുക്ക് കാണാനും അടുത്തറിയാനും ഇതുപോലുള്ള ബസ് യാത്രകൾ നമ്മളെ സഹായിക്കും. ഉച്ചഭക്ഷണത്തിനായി ഞങ്ങളുടെ ബസ് ഹുർലിംഗ് എന്ന സ്ഥലത്ത് നിർത്തി. ഇവിടെ ഉണ്ടായിരുന്ന ധാബയിൽ എല്ലാവർക്കും രാജ്മ ചാവലും സൈഡ് ഡിഷായി പച്ചക്കറി കൂട്ടുകളും എല്ലാം തയ്യാറായിരുന്നു. ചൂടോടെ തന്നെ എല്ലാം ആസ്വദിച്ചു കഴിച്ചു. കുറച്ചു നേരം അവിടുത്തെ നാട്ടുകാരുമായി സംസാരിച്ചിരുന്നു. കാസലേക്ക് ഇനിയും ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട്. പോകുന്ന വഴിക്കാണ് ദങ്കർ മൊണാസ്ട്രി. 17ാം നൂറ്റാണ്ടിൽ സ്പിതി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ദങ്കർ. ദങ്കർ മൊണാസ്ട്രിയുടെ കവാടമാണ് ചിത്രത്തിൽ. പിന്നീട് ഞങ്ങളുടെ ബസ് പോയ റൂട്ടുകൾ മിക്കതും പൊടിപടലങ്ങൾ നിറഞ്ഞതായിരുന്നു. റോഡുകളെല്ലാം പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പല സ്ഥലങ്ങളിലും ചെറു ഗ്രാമങ്ങളിലേക്ക് പോകാൻ ദീർഘദൂരം മെയിൻ റൂട്ടിൽ നിന്നും മാറി ഞങ്ങളുടെ ബസ് സഞ്ചരിച്ചു. ഈ ഗ്രാമങ്ങളിൽ മിക്കപ്പോഴും 1-2 ആളുകൾ ഇറങ്ങാനോ കയറാനോ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ അവരുടെ ജീവിതം ഈ ബസ്സിൻ്റെ വരവിനെ ആശ്രയിച്ചായിരിക്കണം മുന്നോട്ട് പോകുന്നത്. പല സ്ഥലങ്ങളിലും ഈ ഗ്രാമങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള പാലങ്ങളുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും പാലങ്ങൾ ഇനിയും പണി തീരാത്തതിനാൽ ഞങ്ങളുടെ ബസ് നദിക്ക് കുറുകെ കടന്നുകൊണ്ട് മുന്നോട്ട് പോകുകയുണ്ടായി. വഴിക്ക് വെച്ച് മലകളിൽ ഒരു ശില്പി കൊത്തിവെച്ച പോലെ പ്രകൃതി കാലങ്ങളെടുത്തു കല്ലിൽ തീർത്ത ശില്പങ്ങൾ ഞങ്ങളെ ശരിക്കും ആകർഷിച്ചു. അങ്ങനെ ദീർഘനേരത്തെ യാത്രക്കൊടുവിൽ ഏകദേശം 4 മണിയോടുകൂടി ഞങ്ങൾ കാസ എത്തിച്ചേർന്നു. കണ്ടക്ടറോട് കാസയിൽ നിന്നും അടുത്തതായി പോകേണ്ട കീലോങ്ങിലേക്കുള്ള ബസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞു. അതിനുശേഷം താമസിക്കാൻ റൂം അന്വേഷിച്ചു നടന്നു. കുറച്ച് സ്ഥലങ്ങൾ നേരത്തെ നോക്കി വെച്ചെങ്കിലും എവിടെയും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് നേരത്തെ നോക്കി വെച്ച ദവ ഹോം സ്റ്റേയിൽ ഞങ്ങൾ എത്തുന്നത്. അതിൻ്റെ ഉടമസ്ഥയായ ആൻറ്റിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു അവിടെ തന്നെ താമസിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ 4 പേർക്കും കൂടി അവരുടെ സ്വന്തം റൂം പോലെ തോന്നിക്കുന്ന നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത റൂം തന്നു. 2 ദിവസത്തേക്ക് 1500 രൂപയ്ക്ക് ഡീലും ഉറപ്പിച്ചു. റൂമിൽ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂവുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ബാഗെല്ലാം ഒതുക്കി റെഡി ആയപ്പോഴേക്കും ആൻറ്റി കഴിക്കാൻ കുറച്ച് പഴുത്ത ആപ്രിക്കോട്ടുകളുമായി വന്നു. ജോലിക്കാരനോട് പറഞ്ഞ് ചായയും റെഡിയാക്കിയിരുന്നു. ചായ എപ്പോൾ വേണമെങ്കിൽ ജോലിക്കാരനോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി ഞങ്ങൾ നടക്കാനിറങ്ങി. ആദ്യം തന്നെ ആൻറ്റി പറഞ്ഞു തന്ന ഷോപ്പിൽ പോയി അടുത്ത ദിവസം കറങ്ങാനുള്ള ബൈക്കെല്ലാം റെഡിയാക്കി. ശേഷം ബസ് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട സ്പിതി നദിയും അതിനോട് ചേർന്നുള്ള കൃഷിത്തോട്ടങ്ങളും ലക്ഷ്യമാക്കി നടന്നു. ആദ്യം കണ്ടപ്പോൾ നദി വളരെ അടുത്താണെന്ന് തോന്നിയെങ്കിലും നടന്നു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാടുണ്ടെന്ന്. ഇരുട്ടാകാറായപ്പോൾ ഞങ്ങൾ നടത്തം നിർത്തി കുറച്ചു നേരം അവിടെ കാഴ്ചകളെല്ലാം കണ്ടിരുന്നു. ഒരു വശത്ത് ആകാശത്തെ നിറങ്ങളിൽ ചാലിച്ച് സൂര്യൻ അസ്തമിക്കുമ്പോൾ മറുവശത്ത് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ നമുക്ക് കാണാം. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരിച്ചു നടന്നു. തിരിച്ചു വരുമ്പോൾ ചെറുതായി വഴിയൊക്കെ തെറ്റി. അവസാനം ഏതൊക്കെയോ വേലിയെല്ലാം ചാടിക്കടന്ന് ഹോസ്റ്റലിൻ്റെ മുന്നിലെത്തിയപ്പോൾ ആശ്വാസമായി. അവിടുന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. നേരത്തെയുള്ള എക്സ്പീരിയൻസ് വെച്ച് മട്ടർ പനീറും റൊട്ടിയും ഓർഡർ ചെയ്തു. സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നെങ്കിലും ക്വാണ്ടിറ്റി കൂടുതലായത് കാരണം കഴിച്ചു തീർക്കാൻ നല്ലോണം ബുദ്ധിമുട്ടി. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞു അധികം താമസിക്കാതെ റൂമിൽ തിരിച്ചെത്തി. പിന്നെ കാലങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന മിൽക്കി വേ ഗാലക്സിയുടെ ചിത്രം ക്യാമറയിൽ പകർത്താനുള്ള ശ്രമമായിരുന്നു അടുത്തത്. മേഘങ്ങൾ അധികം ഇല്ലാത്ത സമയമായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ശരിയായ സമയം ഇതുതന്നെയാണ്. അങ്ങനെ കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ ചെറുതായെങ്കിലും കുറച്ച് ഫോട്ടോകൾ എടുക്കാൻ പറ്റി.
അടുത്ത ദിവസം ഞങ്ങൾക്ക് പോകാനുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസും വില്ലേജുമായ ഹിക്കിമും കോമിക്കും പിന്നെ പ്രസിദ്ധമായ ലാങ്സയിലെ ബുദ്ധ സ്റ്റാറ്റ്യൂവും, അതും വളരെ അപകടങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ ബൈക്കിൽ. ഇതിനിടയ്ക്ക് അപ്രതീക്ഷിതമായി ഞങ്ങൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ വീഴ്ചയും അതിൻ്റെ എല്ലാം വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.